ആത്മീയത എന്നത് ഏതെങ്കിലും ഒരു വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. എല്ലാ നന്മകളെയും സാംശീകരിക്കുന്നതാണ് അതിൻ്റെ മുഖമുദ്രയെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീമദ് ആതുരദാസ് സ്വാമികളുടെ 13ാം സമാധി ദിനാചരണവും 111ാം ജയന്തി ആഘോഷവും കുറിച്ചി ആതുരാശ്രമത്തിൽ വിപുലമായി നടത്തപ്പെടുകയാണ്. തിങ്കളാഴ്ച രാവിലെ 10-ന് ചേർന്ന ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. ഭൗതികതയെയും ആത്മീയതയെയും ഒരുപോലെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സാമൂഹ്യ സംവേദന എന്ന ലക്ഷ്യം നിറവേറ്റാനുള്ള ശ്രമം സ്വാമിജിയുടെ ഒരു പുരുഷായുസ് മുഴുവൻ നീണ്ടുനിന്ന ജീവിതക്രമത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ സ്പിരിച്വാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ ആത്മീയത ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ലോകത്തിന്റെ നാനാഭാഗത്തും അറിയപ്പെട്ട ഏതാണ്ട് 11-12 മതങ്ങൾ അതിനെല്ലാം സ്വാഗതം ചെയ്ത് വളരാൻ വികസിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത ഒരു നാടാണ് നമ്മുടേത്. അതുകൊണ്ട് നമ്മുടെ ആത്മീയത അത് എല്ലാത്തിനെയും സംശീകരിക്കുന്നതാണ്, നന്മയെ എപ്പോഴും സംശീകരിക്കുന്നതാണ്. സമ്മേളനത്തിൽ ആതുര സേവാ സംഘം പ്രസിഡന്റ് P ഗോപാലകൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA മുഖ്യപ്രഭാഷണവും ക്നാനായ സമുദായ വലിയ മെത്രാപ്പൊലീത്ത കുര്യാക്കോസ് മാർ സെവേറിയോസ് അനുഗ്രഹ പ്രഭാഷണവും നടത്തി. കുറിച്ചി അദ്വൈത വിദ്യാശ്രമം സെക്രട്ടറി സ്വാമി വിശാലാനന്ദ, കേരള അഗ്രോ മിഷണറി കോർപ്പറേഷൻ ചെയർമാൻ CK ശശിധരൻ, ആതുര സേവാ സംഘം ഭാരവാഹികളായ ഡോക്ടർ EK വിജയകുമാർ, അഡ്വക്കേറ്റ് A ജയചന്ദ്രൻ, ഡോക്ടർ S മാധവൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ലോക്സഭയിലെ സീനിയർ അംഗം കൊടിക്കുന്നിൽ സുരേഷിന് പ്രോടൈം സ്പീക്കറാകാൻ അവസരം നൽകാത്തതിൽ വ്യാപക പ്രതിഷേധം. UDF കുട്ടനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും. പാർലമെന്റിന്റെ കീഴ്വഴക്കം അനുസരിച്ച് 8 തവണ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷിനായിരുന്നു പ്രോടൈം സ്പീക്കറാകാൻ അവസരം ലഭിക്കേണ്ടിയിരുന്നത്. ഇത് അദ്ദേഹത്തിന് നിഷേധിച്ചത് NDA സർക്കാരിന്റെ വർഗീയ സ്വഭാവവും വർണ്ണവിവേചനവും വെളിപ്പെടുത്തുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. രാമഗിരി പഞ്ചായത്ത് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് JK എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിന്റെ മുഴുവൻ കീഴ്വഴക്കങ്ങളെ ലംഘിച്ചുകൊണ്ട് ഒരു പ്രോടൈം സ്പീക്കറെ പോലും പ്രതിപക്ഷത്തിന് വിട്ടു നൽകുകയില്ല എന്നുള്ള വലിയ രാഷ്ട്രീയം ഇന്നും BJP തുടരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 8 തവണ പാർലമെന്റ് അംഗമായി ഇന്ന് ഇന്ത്യയിലെ ജീവിച്ചിരിക്കുന്ന ഇന്ത്യയുടെ നിലവിലുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള പാർലമെന്റ് മെമ്പറെ ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ഒരാളെ പ്രോടൈം സ്പീക്കറായി വെച്ചുകൊണ്ടിരിക്കുന്ന നടപടി നമുക്കറിയാം. പഴയ BJP അല്ല ഇന്നത്തെ BJP. കഴിഞ്ഞ 2014-ലും 2019-ലും കേവല ഭൂരിപക്ഷം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കേവല ഭൂരിപക്ഷമില്ലാതെ ഘടകകക്ഷിയുടെ ഔദാര്യത്തിൽ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ രാഷ്ട്രീയത്തിനെതിരെ നമുക്കറിയാം. ശ്രീ കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. UDF നിയോജകമണ്ഡലം ചെയർമാൻ ജോസഫ് ചേക്കോടിന്റെ അധ്യക്ഷതയിലായിരുന്നു പ്രതിഷേധ പരിപാടികൾ. രാമഗിരി ജംഗ്ഷനിൽ പ്രതിഷേധ മാർച്ച് സമാപിച്ചു. തുടർന്ന് ചേർന്ന സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രിയപ്പെട്ടവരെ, 3ാം നരേന്ദ്രമോദി സർക്കാർ ഒരു ന്യൂനപക്ഷ സർക്കാരായിട്ടും 1ഉം 2ഉം സർക്കാരിന്റെ ഹാങ് ഓവർ വിട്ടുമാറാത്ത നരേന്ദ്രമോദി ജനാധിപത്യ ദംശനം നടത്താൻ വീണ്ടും തയ്യാറാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് പാർലമെന്റിലെ MP-മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രോടൈം സ്പീക്കറായി. അത്തരത്തിൽ നോക്കിയാൽ നമുക്ക് ഇത്തവണ അവസരം ലഭിക്കേണ്ടിയിരുന്നത് നമ്മൾ വോട്ട് ചെയ്ത കുട്ടനാട്ടുകാർ വോട്ട് ചെയ്ത മാവേലിക്കരയുടെ അഭിമാനമായ കേരളത്തിന്റെ തന്നെ അഭിമാനമായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്. കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് CV രാജു പ്രതിഷേധ പ്രമേയം അവതരിപ്പിച്ചു. നേതാക്കളായ K ഗോപകുമാർ, JT റാംസെ, സാബു തോട്ടുങ്കൽ, VK സേവ്യർ, സജി വെളിയനാട്, ജോർജ് മാത്യു പഞ്ഞിമരം, സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. പക്ഷിപ്പനി മൂലമുണ്ടായ കഷ്ടനഷ്ടങ്ങളെ അധികാരികൾ അവധാനതയോടെ സമീപിക്കണമെന്ന് കേരള സംസ്ഥാന ചിക്കൻ വ്യാപാര സമിതി. കനത്ത നഷ്ടമാണ് കർഷകർക്കും വ്യാപാരികൾക്കും ആലപ്പുഴയിൽ സംഭവിച്ചതെന്ന് സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ മാസങ്ങളായി
പക്ഷിപ്പനിയായിട്ട് ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗുരുതരമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പം ഓരോ സ്ഥലങ്ങളിലും കടയടച്ച് ഇപ്പോൾ ഏകദേശം അമ്പലപ്പുഴ ചേർത്തല താലൂക്കിൽ ഭൂരിഭാഗം കടകളും ഇപ്പോൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. കുട്ടനാട്ടിലൊക്കെ അതിനൊരു ശാന്തി വന്ന് കട തുറക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടൊന്നും ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ്. ഏതാണ്ട് 1.5 മാസക്കാലത്തോളം കട അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം വ്യാപാരികൾക്കും ഉണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് നമ്മുടെ ജില്ലയിൽ അറിയാലോ, എല്ലാ വർഷവും കൃത്യമായിട്ട് പക്ഷിപ്പനി എവിടെ ഇല്ലെങ്കിലും നമ്മുടെ ജില്ലയിലുണ്ടാവും. ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണാനായിട്ട് കഴിയണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ സഹായത്തോടു കൂടി ഒരു വിദഗ്ധ സമിതി ഇവിടെ വന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് അറിയുന്നത്. നല്ല കാര്യം. ഭാവിയിൽ ഇത് ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമം ഉണ്ടാകണം. ഇറച്ചിക്കോഴിയുടെ വിൽപ്പന നിരോധനം കോഴി വിൽപ്പനക്കാരെയും ഹോട്ടലുകളെയും കോഴിവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന പച്ചക്കറി കർഷകരെയും ചകിരിച്ചോർ വിൽപ്പനക്കാരെയും ബാധിച്ചിട്ടുണ്ടെന്നും സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇവർ വിവിധ ആവശ്യങ്ങളാണ് സർക്കാരിന് മുന്നിൽ ഉന്നയിക്കുന്നത്. ഇറച്ചിക്കോഴികൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം മൂലം വ്യവസായ സ്ഥാപനങ്ങൾക്കും തൊഴിലാളികൾക്കുമുണ്ടായ നഷ്ടം പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. പക്ഷിപ്പനി പ്രതിരോധ വാക്സിൻ നൽകുന്നതിന് മൃഗസംരക്ഷണ വകുപ്പ് തലത്തിൽ കേന്ദ്ര സഹായത്തോടെ റിസർച്ച് സെന്റർ ആലപ്പുഴയിൽ ആരംഭിക്കണമെന്നും ഇവർ ആവശ്യമുന്നയിച്ചു. പക്ഷിപ്പനി മൂലം നഷ്ടം സംഭവിച്ച കടക്കാർക്കും ഫാം ഉടമകൾക്കും സർക്കാർ നഷ്ടപരിഹാരം നൽകുന്ന പക്ഷം എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ഇത് ലഭ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പക്ഷിപ്പനി വർഷാവർഷം റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇതിനൊരു പ്രതിവിധി കണ്ടെത്താൻ ഇതുവരെ ബന്ധപ്പെട്ട അധികാരികൾക്ക് സാധിച്ചിട്ടില്ല എന്നത് ദുഃഖകരമാണെന്ന് ഇവർ പറഞ്ഞു. കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കുമെങ്കിലും അനുബന്ധ മേഖലയിലുള്ളവർ വളരെ പ്രയാസം നേരിടുകയാണെന്നും ഇവർ അറിയിച്ചു. രോഗം വന്നാൽ ഇപ്പോഴത്തെ പ്രതിവിധി രോഗമില്ലാത്തതിനെയും കൊന്നൊടുക്കുക എന്നുള്ളതാണ്. ഇതുമൂലം മുട്ടയ്ക്ക് വേണ്ടി കോഴികളെ വളർത്തുന്നവരും കോഴി വളർത്തി വരുമാനം സമ്പാദിക്കുന്നവരും പ്രതിസന്ധിയിലാകുന്നുണ്ടെന്നും ഇവർ പറഞ്ഞു. സമിതി സംസ്ഥാന പ്രസിഡന്റ് KX ജോപ്പൻ, ജില്ലാ പ്രസിഡന്റ് PS രതീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് ചെങ്ങന്നൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പെരുന്ന വില്ലേജ് ഓഫീസിന്റെ കോമ്പൗണ്ടിൽ നിന്നിരുന്ന വലിയ പുളിമരം ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് MC റോഡിലേക്ക് ചുവടോടെ പിഴുതു വീണു. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണിയോടെയായിരുന്നു അപകടം. മാന്നാർ, തലവടി, തകഴി തുടങ്ങിയ സ്ഥലങ്ങളിലും കാറ്റിലും മഴയിലും പെട്ട് വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. MC റോഡരികിലെ ഇലക്ട്രിക് ലൈനിൽ തട്ടി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന്റെ മുകളിലേക്കാണ് മരം പിഴുതു വീണത്. മരം ഇലക്ട്രിക് ലൈനിലേക്ക് ശക്തമായി വീണപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റും തകർന്നു വീണു. ഈ പോസ്റ്റും അതേ കാറിൻ്റെ മുകളിലേക്കാണ് പതിച്ചത്. കാറിൻ്റെ ഉടമ ഈ സമയം വില്ലേജ് ഓഫീസിലായിരുന്നു. കാറിനുള്ളിൽ ആരും ഇല്ലാതിരുന്നതിനാൽ ദുരന്തം ഒഴിവായി എന്ന് പറയാം. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം KN മുഹമ്മദ് സിയായിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. മഴയായതിനാൽ ഞാൻ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് വണ്ടിക്കകത്ത് ഇരിക്കുകയായിരുന്നു. മഴ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി നടന്ന് വില്ലേജ് ഓഫീസിനകത്തേക്ക് എത്തി. ഇവിടെ ഈ ഭാഗത്ത് എത്തിയപ്പോഴത്തേക്കും ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ മരം വീഴുന്നതാണ് കാണുന്നത്. കാറ് അതിനടിയിലായി. അപകട വിവരമറിഞ്ഞ് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മരം മുറിക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചു. തലവടി പഞ്ചായത്ത് 11-ാം വാർഡിൽ വരിക്കോലിൽ പ്രസന്നകുമാറിന്റെ വീടിന്റെയും കാലിത്തൊഴുത്തിന്റെയും മുകളിലാണ് മഹാഗണി മരം കടപുഴകി വീണത്. മരം വീണ് വീടും എരുത്തിലും ഭാഗികമായി തകർന്നു. ഈ എരുത്തിലിൽ കെട്ടിയിരുന്ന ഗർഭിണിയായ പശുവിനും മറ്റൊരു പശുവിനും പരിക്കേറ്റിട്ടുണ്ട്. മരം കടപുഴകി വീഴുമ്പോൾ ഗൃഹനാഥനായ പ്രസന്നകുമാർ, ഭാര്യ പൊന്നമ്മ, മരുമക്കളായ സൗമ്യ, മനീഷ, സ്കൂൾ കുട്ടികളായ പാർത്ഥൻ, അച്ചു, കൈക്കുഞ്ഞായ അമ്പാടി എന്നിവർ വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കൂടി ഭയങ്കര കാറ്റായിരുന്നു. കാറ്റിന്റെ അപ്പുറം എല്ലാം മരങ്ങൾ വീണ് കിടപ്പെട്ടു. തുടർന്ന് ഈ മരം വന്നിങ്ങോട്ട് വീണിട്ട് എഴുത്തിനകത്ത് 4-5 പശുക്കൾ ഇപ്പോൾ ഉണ്ടായിരുന്നു. 5 പശുവിന്റെ പുറത്തോട്ട് എഴുത്തിന്റെ മൊത്തം അടിച്ച് വീണു. എൻ്റെ പെരയുടെ മേളിലോട്ടും ആ സീറ്റിൻ്റെ പുറത്തോട്ടും എല്ലാം കൂടെ വീണ് താഴെപ്പോടെ ഞങ്ങളെ കുഞ്ഞുങ്ങളെ കൊണ്ടെല്ലാം ഓടി അപ്പുറത്തെ വീട്ടിൽ കൊണ്ടിരിക്കുക. പിള്ളേരെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളുള്ളതെല്ലാം അവരെല്ലാം കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ ഇട്ടേക്ക് ഞങ്ങൾ ഇരിക്കുന്നത്. അവർക്ക് അങ്ങ് കയറാൻ വയ്യാത്ത സ്ഥിതി ഇരിക്കുക. എത്ര പേരുണ്ടായിരുന്നു എല്ലാവരും കൂടെ? ഞങ്ങളെല്ലാം കൂടെ 6-7 പേരുണ്ടായിരുന്നു. അങ്ങേ സൈഡ് വരെ പെരയുടെ അങ്ങേയറ്റം വരെ വീണു മരത്തിൻ്റെ തുമ്പുണ്ട്. തകഴി പഞ്ചായത്ത് 7-ാം വാർഡിൽ നന്ദ്യാട്ടുകരി പാടശേഖരത്തെ കരിയിൽ പുരയിടത്തിൽ നിന്ന് തെങ്ങ് കടപുഴകി വീണ് പുറംബണ്ടിൽ കെട്ടിയിരുന്ന വള്ളം തകർന്നു. സമീപത്ത് നിന്ന് 3ഓളം വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. മാന്നാർ പഞ്ചായത്ത് 16-ാം വാർഡിൽ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. പ്രദേശത്ത് വൈദ്യുതി ബന്ധം തകരാറിലായിരിക്കുകയാണ്. ഇവിടെ കുന്നുതറയിൽ പരേതനായ പ്രസന്നന്റെ ഭാര്യ ഗീതയുടെ വീട്ടിലെ മീറ്റർ ബോക്സ് തകർന്ന നിലയിലായി. ഞാനിതൊന്നും ഇറങ്ങിയപ്പോഴാണ് ഇത് മറിഞ്ഞു വീഴുന്നത്. ഞാൻ നേരത്തെ ഇതിന് അപേക്ഷ കൊടുത്തു, എന്നിട്ട് പോലും ഇന്ന് വരെ ഇതെടുത്ത് മാറ്റിയില്ല. നമ്മുടെ സ്വിച്ച് ബോർഡ് മൊത്തം പൊട്ടിപ്പറഞ്ഞു പോയി. ഈ വൈഫൈ അതും ഇതും എല്ലാം പൊട്ടിപ്പോയിരിക്കുന്നു. നമ്മുടെ അതിലിനപ്പുറത്തെ പോസ്റ്റ് നിൽക്കുന്നത് അന്ന് ഞാൻ കൊടുത്തത് ഈ അപേക്ഷ. ഇതെടുത്ത് മാറ്റാമെന്ന് കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് അവർ പറയുന്നത് ചെയ്തിട്ടില്ല. ഇന്നുവരെ KSEB-യിലാണോ അന്ന് അവിടെ നമ്മുടെ മാമാത്ത് കൊടുത്തത് തന്നെ.
അതൊന്നും മാറ്റിയില്ല. ഇല്ല. തിങ്കളാഴ്ച വൈകുന്നേരം വീശിയടിച്ച കാറ്റിലാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാന ദിനത്തോടനുബന്ധിച്ച് ഭാരതത്തിലെമ്പാടും BJP പ്രവർത്തകർ വൃക്ഷത്തൈകൾ നടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാന പ്രകാരമുള്ള അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പരിപാടി. BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ കളർകോട് മഹാദേവ ക്ഷേത്രത്തിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ പ്ലാവിൻ തൈ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. BJPയുടെ സ്ഥാപക നേതാവായിട്ടുള്ള BJPയുടെ പൂർവ്വരൂപമായിട്ടുള്ള ജനസംഘത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാന ദിനമാണിന്ന്. നമുക്കറിയാം, അദ്ദേഹം കാശ്മീരിലേക്ക് ഭാരതത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കാൻ വേണ്ടി മാർച്ച് നടത്തി കാശ്മീരിലെ ജയിലിനുള്ളിൽ കൊല ചെയ്യപ്പെട്ട മഹാത്മാവാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി. അദ്ദേഹത്തിന്റെ ബലിദാനമായ ദിനമായിട്ടുള്ള ഇന്നു മുതൽ അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള ജൂലൈ 6 വരെ ഭാരതത്തിൽ BJPയുടെ ഓരോ പ്രവർത്തകനും അമ്മയുടെ പേരിൽ ഒരു വൃക്ഷത്തൈ നടണം എന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനമനുസരിച്ച് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ വൃക്ഷത്തൈ നടീലിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. വരാൻ പോകുന്ന 2 ആഴ്ചക്കാലം BJPയുടെ എല്ലാ പ്രവർത്തകന്മാരും സ്വന്തം അമ്മയുടെ പേരിൽ ഒരു വൃക്ഷം നട്ട് അത് സംരക്ഷിക്കാൻ പ്രതിജ്ഞയെടുക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഉദ്ഘാടന യോഗത്തിൽ BJP മുല്ലക്കൽ മണ്ഡലം പ്രസിഡന്റ് R. കണ്ണൻ അധ്യക്ഷനായിരുന്നു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് G. രേണുനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി S. അജയകുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് S. ഹരികൃഷ്ണൻ, ട്രഷറർ ഡാനി രാജ് കളർകോട്ട്, മഹാദേവ ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി സാംകുമാർ, ജില്ലാ മീഡിയ കൺവീനർ അജിത് കുമാർ പിഷാരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. CPIM പുളിങ്കുന്ന് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് യോഗം ചേർന്നു. വിദ്യാഭ്യാസ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ബ്രൈറ്റ് അക്കാദമിയുടെ മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനവും ഇതോടൊപ്പം നടത്തി. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3-ന് കണ്ണാടി പടിഞ്ഞാറേമഠം ഭഗവതി ക്ഷേത്രം ഹാളിൽ ചേർന്ന അനുമോദന സമ്മേളനം പ്രശസ്ത ചലച്ചിത്ര താരം ഉഷ ഉദ്ഘാടനം ചെയ്തു. മൊമന്റോ വിതരണവും ഉഷ നിർവഹിച്ചു. മാത്യു ജോസഫ്, മറിയം തോമസ്, അഭിരാമി അവരെ ഈ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സഹായിച്ച അവരോടൊപ്പം നിന്ന മാതാപിതാക്കളെയും അഭിനന്ദിക്കുന്നു. ഞങ്ങൾ ആലപ്പുഴയിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് 10ാം ക്ലാസ് +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ബ്രാഞ്ച് അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും മത്സരമാണ്. കുട്ടികളെ മെമന്റോ കൊടുത്ത് സ്വീകരിക്കുകയും അവരെ അനുമോദിക്കുകയും ചെയ്യുന്നത് ഒരു മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒത്തിരി എല്ലാ പിള്ളേരെയും, അതായത് എല്ലാം A+ കിട്ടണമെന്നൊന്നുമില്ല, ഒരുവിധം ഉന്നത വിജയം നേടിയ എല്ലാ കുട്ടികളുടെ വീടുകളിൽ പോയി അവരെ വീടുകളിൽ പോയിട്ട് റിസൾട്ട് വന്ന അന്നത്തെ ദിവസം മുതൽ ആദരിക്കുകയാണ് ചെയ്യുന്നത്. പൊന്നാടയൊക്കെ ചേർത്ത് അതൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ആ കുട്ടികൾക്കത് ചെയ്യുമ്പോൾ മറ്റു കുട്ടികൾക്ക് ഇത് നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനമാണ് ചെയ്യുന്നത്. അതുകൂടാതെ കുട്ടികളുടെ ഇളയ കുട്ടികൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അവർക്കും അടുത്ത വർഷം ഇത് വാങ്ങണം, ഞങ്ങളെയും പൊന്നാടയൊക്കെ അണിയിച്ച് സ്വീകരിക്കണം, ഞങ്ങൾക്കും അനുമോദനം കിട്ടണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും അതിനുവേണ്ടി അവർ മത്സരിച്ച് പഠിക്കുകയും ചെയ്യും. യോഗത്തിൽ CPIM കുട്ടനാട് ഏരിയ കമ്മിറ്റി അംഗം പ്രസാദ് ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗം KK അശോകൻ ബ്രൈറ്റ് അക്കാദമി മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു. NSS കുട്ടനാട് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മങ്ങാട് ആദ്യ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. CPIM പുളിങ്കുന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജോസ് തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി സജി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അമ്പിളി T. ജോസ്, രജനി ഉത്തമൻ, പൗരപ്രമുഖരായ PC ഫ്രാൻസിസ്, KJ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചങ്ങനാശ്ശേരി നഗരസഭയിൽ ഓണത്തിന് ഒരുമുറം പച്ചക്കറി കൃഷിക്കുള്ള വിത്തുകൾ വിതരണം ചെയ്തു. നഗരസഭ അങ്കണത്തിൽ നടന്ന പരിപാടി ചെയർപേഴ്സൺ ബീന ജോബി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ് അധ്യക്ഷനായിരുന്നു.
കൗൺസിലർമാരായ മോളമ്മ സെബാസ്റ്റ്യൻ, പ്രസന്ന ടീച്ചർ എന്നിവർ സംസാരിച്ചു. തീർച്ചയായിട്ടും ഇതിന് നല്ലൊരു ആശംസ നേരുകയാണ്. നമ്മുടെ ജനങ്ങളെ, നമ്മുടെ വാർഡുള്ള ജനങ്ങളെക്കുള്ള നമ്മൾ അറിയിക്കും. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ BK ശരത്ചന്ദ്രൻ, കർഷകർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷി ഓഫീസർ P. ബിജു കൃഷിരീതികൾ ചടങ്ങിൽ വിശദീകരിച്ചു. പുളിങ്കുന്നിന്റെ പ്രിയപുത്രൻ ഫാദർ മാർട്ടിൻ വാഴച്ചിറ CMI വിട പറഞ്ഞിട്ട് 7 വർഷം തികഞ്ഞു. അച്ഛന്റെ ഇടവക ദൈവാലയമായ പുളിങ്കുന്ന് വലിയ പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു അനുസ്മരണ പരിപാടികൾ. ഞായറാഴ്ച വൈകുന്നേരം 4-ന് സമൂഹ ബലിയോടെയാണ് അനുസ്മരണ ചടങ്ങുകൾക്ക് തുടക്കമായത്. 5-ന് പാരിഷ് ഹാളിൽ ചേർന്ന അനുസ്മരണ സമ്മേളനം ചെത്തുപുഴ പ്ലാസിഡ് വിദ്യാവിഹാർ പ്രിൻസിപ്പൽ ഫാദർ സ്കറിയ എതിരറ്റ് CMI ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം മരിക്കുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പ് ഞാൻ മാമാനത്തായിരിക്കുമ്പോൾ അദ്ദേഹം ഫോണിൽ വിളിച്ചു. ഞങ്ങൾ തമ്മിൽ ഒരു 10 മിനിറ്റ് നേരം സംസാരിച്ചു, സൗഹൃദം പങ്കുവെച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ് ഞാൻ അന്നറിയുക. അന്ന് മുതൽ ഇന്നുവരെയും അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് അഭിമാനമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രിയ സഹോദരൻ നഷ്ടപ്പെട്ട ഒരു വലിയ വേദനയും ഒരു കുറവും എനിക്ക് എപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ഞാൻ അതേക്കുറിച്ച് ഓർക്കുമ്പോൾ പഴയ നിയമത്തിൽ ജോബ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: സർവശക്തൻ എന്തുകൊണ്ട് സമയനിഷ്ഠ പാലിക്കുന്നില്ല? ഈ ഒരു ചോദ്യം മാർട്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഈ ചോദ്യം ചോദിക്കാൻ നമുക്ക് അവകാശമുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. ഈ ചോദ്യം ചോദിച്ചതിന് ശേഷവും ജോബ് പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സമ്മേളനത്തിൽ പുളിങ്കുന്ന് ഫൊറോന വികാരി ഫാദർ ടോം പുത്തങ്കളം അധ്യക്ഷനായിരുന്നു. പുളിങ്കുന്ന് സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഫാദർ ജോച്ചൻ കുറുപ്പശ്ശേരി അനുസ്മരണ പ്രഭാഷണം നടത്തി. +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ പുളിങ്കുന്ന് ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ജസ്റ്റിൻ വരവുകാലായിലും SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ പഞ്ചായത്ത് പ്രസിഡന്റ് നിനു ജോസഫും ചടങ്ങിൽ ആദരിച്ചു. ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ജേക്കബ് കളത്തിവീട്ടിൽ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ K. ഗോപകുമാർ, തോമസ് പൈലി, ബാബു വലിയവീടൻ, ജോസഫ് K. നെല്ലുവേലി, സാബു തോട്ടുങ്കൽ, അഡ്വക്കേറ്റ് സുദീപ് V. നായർ, സംഘാടക സമിതി ചെയർമാൻ ജോൺ C. ടിറ്റോ, കൺവീനർ ജോഷി കൊല്ലാറ, പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി ളായിക്കാട് MC റോഡിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണ അന്ത്യം. വടക്കേക്കര വലിയ പറമ്പിൽ സന്തോഷിന്റെ മകൻ 26 വയസ്സുള്ള സുഹൈലാണ് മരിച്ചത്. തിങ്കളാഴ്ച അതിപുലർച്ചെ 1:30-ഓടെയാണ് അപകടമുണ്ടായത്. തിരുവല്ല ഭാഗത്തു നിന്നും വരികയായിരുന്ന സുഹൈൽ സഞ്ചരിച്ച ബൈക്കും എതിരെ വന്ന കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. ഈ കാർ മറ്റൊരു ബൈക്കിലും ഇടിച്ചിട്ടുണ്ട്. സുഹൈലിൻ്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. സംസ്കാരം പിന്നീട് നടക്കും. ജുമൈലത്താണ് മാതാവ്. ഭാര്യ നിഷാന. ഇവർക്ക് 1 വയസ്സുള്ള മകളുമുണ്ട്. സംസ്ഥാനത്ത് +1 വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ ആരംഭിച്ചു. പ്രവേശനോത്സവം സംഘടിപ്പിച്ചായിരുന്നു മിക്ക സ്കൂളുകളിലും വിദ്യാർത്ഥികളെ വരവേറ്റത്. തലവടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷയിലൊക്കെ വിജയിക്കുന്നതിന് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യം തന്നെയാണ്. വളരെ ശ്രേഷ്ഠരായ അധ്യാപക ശ്രേഷ്ഠരാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതേസമയം നല്ല അർപ്പണബോധമുള്ള അധ്യാപകരാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അത് പ്രയോജനപ്പെടുത്തേണ്ടത് ഈ സ്കൂളിലെ കുട്ടികളാണ് എന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. നമ്മുടെ സാഹിത്യ ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ അച്ചടക്കം പാലിക്കാനായിട്ട് എല്ലാ കുഞ്ഞുങ്ങളും നിർബന്ധിതമാണ്. അച്ചടക്കത്തോടുകൂടിയും സ്ഥിരോത്സാഹത്തോടുകൂടി പഠിക്കുന്ന ഏതൊരു കുഞ്ഞിനും ഉയർന്ന നിലയിൽ ഉന്നത ലക്ഷ്യത്തോടുകൂടി ഉന്നതമായ സ്ഥാനത്തെത്താൻ സാധിക്കുമെന്ന് നമ്മുടെ ചരിത്രങ്ങൾ തന്നെ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. യോഗത്തിൽ PTA പ്രസിഡന്റ് സനിത അനിൽ അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത്, പ്രിൻസിപ്പൽ സാജിദ സുജ, ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ഗോപലാൽ G, PV രവീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു.
ജോസ് ആലൂക്കാസിന്റെ ആലപ്പുഴ ഷോറൂമിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫർ ആരംഭിച്ചു. ഓഫറിനോടനുബന്ധിച്ച് വിപുലമായ ആഭരണ ശേഖരമാണ് ജോസ് ആലൂക്കാസ് ഒരുക്കിയിട്ടുള്ളത്. ഓഫറിന്റെ ഉദ്ഘാടനം പ്രശസ്ത പീഡിയാട്രീഷ്യൻ ഡോക്ടർ സുമ മേരി തോമസ് നിർവഹിച്ചു. ഇക്കാലയളവിൽ പർച്ചേസ് ചെയ്യുന്ന സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫർ ലഭിക്കും. ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡയമണ്ട് വാല്യൂവിൽ 20% ഡിസ്കൗണ്ടും പ്ലാറ്റിനത്തിന് 7% ഡിസ്കൗണ്ടും ലഭിക്കും. കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാനും സൗകര്യമുണ്ട്. ഓഫറിനോടനുബന്ധിച്ച് വിപുലമായ ആഭരണ ശേഖരമാണ് ജോസ് ആലൂക്കാസിൽ ഒരുക്കിയിട്ടുള്ളത്. സ്വർണ്ണവില ഇത്രയധികം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഒരു ആശ്വാസത്തിന് ആയി സ്വർണ്ണവിലയുടെ പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട് എന്നൊരു ഓഫറാണ് ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തത്. ഓഫർ പരിമിത കാലത്തേക്ക് മാത്രമാണെന്ന് ജോസ് ആലൂക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോസ് ആലൂക്ക അറിയിച്ചു. ജമാഅത്തെ ഇസ്ലാമി അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈദ് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് KM യാസിർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അന്തർദേശീയ കൃഷി കായൽ ഗവേഷണ കേന്ദ്ര ഡയറക്ടർ ഡോക്ടർ KG പത്മകുമാർ ഈദ് സന്ദേശം നൽകി. ഈയൊരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഹൃദയബന്ധങ്ങൾ പുതുക്കാനും പരസ്പരം കാണാനും ഉള്ള പൊതുവേദികൾ, സൗഹൃദ വേദികൾക്ക് വളരെയധികം മുമ്പ് ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യമായിട്ട് ഇന്ന് വളരെയധികം കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് പോയിട്ട് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള അറകളിലോട്ട് ചുരുങ്ങി കൂടിയിരിക്കുകയാണ്. ഏതായാലും ഇങ്ങനെയുള്ള സമയത്ത് സൗഹൃദ ബന്ധങ്ങൾ പുതുക്കുന്നതിനും വേണ്ടിയിട്ട് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് വളരെ പ്രധാനപ്പെട്ട സുപ്രധാന. ജമാഅത്തെ ഇസ്ലാമി അമ്പലപ്പുഴ ഏരിയ വൈസ് പ്രസിഡന്റ് നൌഷാദ്, ഏരിയ സെക്രട്ടറി സിറാജ് എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ, ജാതി, മത, സാമുദായിക സംഘടനാ ഭാരവാഹികൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6600 രൂപ, പവന് 52,800 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.